നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ വിശ്വാസമുള്ളവരാണ്. നമ്മളുടെ മദ്രസയിൽ അൽഹംദുലില്ലാഹ് ഇവിടെ 2 സിലബസിലുള്ള മദ്രസയും ഒരേ സ്ഥലത്ത് നടക്കുന്നു എന്ന് അറിഞ്ഞു. 2 മദ്രസയിലും ഇൻഷാ അല്ലാഹ് ഞാൻ മനസ്സിലാക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ 20 വാജിബായ സിഫത്ത്, 20 മുസ്തഹീലായ സിഫത്ത്, ഒരു ജായിസായ സിഫത്ത്. അല്ലാഹു തആല ഉള്ളവനാണ്. അല്ലാഹു ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. അതാണ് അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. അല്ലാഹു ഉള്ളവനാണ് എന്ന് മാത്രം അല്ല, അവൻ എന്നും നിലനിൽക്കുന്നവനാണ്. നമ്മളെ പോലെ ഇവിടെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു തആല ഏത് വിധത്തിലും സൃഷ്ടികളുമായി വ്യത്യസ്തനാണ്. ഒരു വിധത്തിലും സൃഷ്ടികളുമായി അവന് തുല്യത ഇല്ല. ഒരു സൃഷ്ടിക്കും അള്ളാഹുവിനോട് തിരിച്ചും തുല്യത ഇല്ല. അള്ളാഹു പറഞ്ഞു ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു പറഞ്ഞു വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ ആയത്തുകളെല്ലാം അതിന്റെ തെളിവാണ്. അള്ളാഹുവിന് തുല്യമായി ഒരാളും ഒന്നും ഇല്ല. അള്ളാഹു ആരോടും തുല്യവും അല്ല, പൂർണ്ണമായും വ്യത്യസ്തനാണ് അള്ളാഹു തആല. സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിൽ വേർതിരിയുന്ന ഒരു പോയിന്റ് ഇവിടെയാണ്. സുന്നികളല്ലാത്തവർ എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് വാദിച്ച ഒരു ടീം ഉണ്ട് ഇവിടെ. അവരുടെ പേരാണ് റാഫിളത്ത്. റാഫിളത്ത് എന്നവർക്ക് പേര് വരാൻ കാരണം റഫദു അബൂബക്കറിൻ വ ഉമർ, ഉമറുൽ ഖത്താബും അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്നവർ വാദിച്ചു. ആ റാഫിളത്തിന്റെ വാദമാണ് അല്ലാഹു തആല ഒരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന വാദം, അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന വാദം. അപ്പോൾ സൃഷ്ടികളോട് തുല്യമായി, സൃഷ്ടികൾക്കാണ് സ്ഥലത്തിന്റെ ആവശ്യം, സട്ടാവിന് സ്ഥലം ആവശ്യമില്ലെന്ന് മാത്രമല്ല, അവൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാനല്ലാഹ്, അല്ലാഹു ഉള്ളവനായി, തുടക്കമില്ലാതെ ഉള്ളവൻ. വഖലഖൽ അർശ ഇദ്ഹാറൻ ലിഖുദ്റതിഹി ലാ മകാനൻ ലിദാതിഹി. അല്ലാഹു തആല അർശിനെ പടച്ചത് അവന്റെ കഴിവ് പ്രകടിപ്പിക്കാനാണ്, അല്ലാതെ അവന് ഇരിക്കാൻ സ്ഥലമുണ്ടാക്കിയത് അല്ല. കാരണം സ്ഥലങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ട്. അന്നും അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും ആവശ്യമില്ല. അന്നുള്ള അള്ളാഹുവിന് പിന്നെ ഒരു മാറ്റം ഉണ്ട് എന്ന് വിശ്വസിക്കാനും പറ്റില്ല. മാറ്റമുള്ളവൻ അള്ളയാകാൻ പറ്റൂലല്ലോ, പിന്നെ നമ്മളെ പോലെ തന്നെയായില്ലേ. നമുക്കിങ്ങനെ മാറ്റമുണ്ട്. കുട്ടിക്കാലത്ത് എൻ്റെ താടിയിൽ ഒറ്റ രോമവും ഇല്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുറച്ച് കറുത്ത രോമായി, ഇപ്പൊ എല്ലാം കൂടി വെളുത്ത രോമായി. എന്തെല്ലാം അപ്പൊ ഇങ്ങനെ മാറ്റമുണ്ടാവും സൃഷ്ടികൾക്ക്. സഠാവിന് മാറ്റം ഉണ്ടാവുകയില്ല. ഞാൻ ഇന്നലെ ഈ സമയത്ത് വയനാട്ടിൽ ഒരു സ്റ്റേജിലാണ്. ഇന്ന് ഞാൻ ഇവിടെയാണ്, എന്റെ സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പറ്റൂലല്ലോ. മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു തആല ഒരു സൃഷ്ടികളോടും ഒരു വിധത്തിലും തുല്യതയില്ലാത്തവൻ, സർവ്വവിധത്തിലും വ്യത്യസ്തരാണ് അല്ലാഹ്. നമ്മളെ വിശ്വാസം പറയും, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുസ്ലിമീങ്ങളെ വിശ്വാസമാണ് ഞാൻ പറയും. മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ ഒരു പുത്തൻവാദികൾ ഉണ്ടായിരുന്നു. അവരാണ് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിലടച്ചത്. അവരാണ് അഹ്മദ് ഇബ്നു നസ്ർ അൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടി കൊന്നുകളഞ്ഞത്. കൊന്നപ്പോൾ മഹാനവറുകളുടെ തല മറവ് ചെയ്യുന്നത് വരെ ഖുർആൻ ഓതി. അത് അവിടുത്തെ മരണശേഷമുള്ള ഒരു കറാമത്തായിരുന്നു. ആ അങ്ങനെ വലിയ ആക്രമണം ചെയ്ത മുഅ്തസിലത്ത് അവരുടെ വാദമാണ് ഖബറിൽ ശിക്ഷയും രക്ഷയും ഇല്ല എന്ന വാദം. അവരുടെ വാദമാണ് അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ കാണുകയില്ല എന്ന വാദം. അവരുടെ വാദമാണ് ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന വാദം. അങ്ങനെ വാദിച്ച മുഅ്തസിലത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞുപോയ വാസിൽ ഇബ്നു അതാ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അനുയായികളാണ്. ആ മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷികൾ വാദിച്ചു അല്ലാഹു തആല എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുകയാണ് എന്ന് പറഞ്ഞു. പാലിലെ വെണ്ണ പോലെയാണ്, പല്ല വെണ്ണ അങ്ങനെ ലൊട്ടാ പരന്നെടുക്കൽ, അങ്ങനെ അല്ലാഹ് എല്ലാ സ്ഥലത്തും പരന്നെടുക്കുകയാണ് എന്ന് വാദിച്ചു. അടുത്ത തെറ്റായ വിശ്വാസമാണത്. അപ്പോൾ അല്ലാഹു എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന മുഅ്തസിലത്തിന്റെ വിശ്വാസവും അല്ലാഹു തആല അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നുള്ള വിശ്വാസം ആരുടേതാണ്? റാഫിളത്തിന്റെ വിശ്വാസമാണ്. റാഫിളത്ത് ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിച്ചുപോയി എന്ന് പറഞ്ഞ കക്ഷികളാണ്. അതേപോലെ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മഖാലാത്തുൽ ഇസ്ലാമിയീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ആ റാഫിളത്തിന്റെ മറ്റൊരു വാദമാണ് അതേ അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ട്, കയ്യും കാലുമുണ്ട് എന്ന വാദം. ഈ വാദങ്ങളെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നത് പുത്തൻവാദികളാണ്, അതായത് സുന്നികളല്ല, സുന്നികളുടെ എതിർപക്ഷത്തുള്ള കക്ഷികളാണ്. എന്തുകൊണ്ട്? അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായിട്ടില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാകാനാണ് നമ്മുടെ മദ്രസകളിൽ 20 വാജിബായ സിഫത്ത് പഠിപ്പിക്കുന്നത്, 20 മുസ്തഹീലായ സിഫത്ത് പഠിപ്പിക്കുന്നു. അവരെ മദ്രസയിലോ പഠിപ്പിക്കുന്നില്ല. 20 വാജിബായ സിഫത്ത് പഠിച്ചവന് പഠിപ്പിക്കുന്നില്ല, 20 മുസ്തഹീലായ സിഫത്ത് പഠിപ്പിക്കുന്നില്ല. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സംഭവിക്കാൻ പാടില്ലാത്തത്. അള്ളാഹു നശിച്ചു പോവുക, അത് സംഭവിക്കൂല. അള്ളാഹു വിവരമില്ലാത്തവനാവുക, അത് സംഭവിക്കൂല.
അങ്ങനെ സംഭവിക്കാൻ പറ്റാത്തതിനാണ് മുസ്തഹീൽ എന്ന് പറയുന്നത്. അള്ളാഹു എല്ലാം സ്വന്തമായി അറിയുന്നവനാണ്. വേറെ ആർക്കും സ്വന്തം അറിവില്ല. ലോകത്ത് ഏത് അറിവുള്ളവരും അള്ളാഹു കൊടുക്കുന്ന അറിവാണ്. ഏറ്റവും വലിയ അറിവുള്ള ആള് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞു വഅല്ലമക മാ ലം തകുൻ തഅലം. ഓ നബിയെ, തങ്ങൾക്ക് അറിയാത്ത ആവശ്യമുള്ളതെല്ലാം അള്ളാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, അല്ലാതെ സ്വന്തം ഉള്ള അറിവ് അല്ല. ഒരാൾക്കും സ്വന്തം അറിവില്ല, അത് അള്ളാഹുവിന് മാത്രം. ഒരാൾക്കും സ്വന്തം കഴിവില്ല, അത് അള്ളാഹുവിന് മാത്രം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കുമ്പോൾ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്തഖ്ദിറുക ബിഖുദ്റതിക ലിഅന്നക തഖ്ദിറു വലാ നഖ്ദിർ. അല്ലാഹുവേ, നീ കഴിവുള്ളവനാണ്, ഞങ്ങൾ കഴിവുള്ളവരല്ല. നീ തരുന്ന കഴിവല്ലാതെ ഒരു കഴിവും ഇല്ല, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് കഴിവ് തരണേ. യഥാർത്ഥത്തിൽ കഴിവുള്ളവൻ അല്ലാഹുവാണ്. മറ്റുള്ളവരെല്ലാം അല്ലാഹു കൊടുക്കുന്ന കഴിവ് മാത്രം ഉള്ളവരാണ്. അതാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതേ ഖിയാമുഹു ബിന്നഫ്സി വഹ്ദാനിയ്യ മുനസ്സഹുൻ ഔസാഫുഹു സനിയ്യ. അല്ലാഹു തആലക്ക് ഖിയാമുൻ ബിന്നഫ്സ്, നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാ. ഖിയാമുൻ ബിന്നഫ്സ്, സ്വയം നിലനിൽപ്പുള്ളവനാണ്, വേറെ ആരെയും ആശ്രയിക്കേണ്ടതില്ല. അതേ സമയത്ത് എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നവരാണ്. അള്ളാഹുവിനെ ആശ്രയിക്കാത്ത ഒരു മലക്കുമില്ല, ജിന്നുമില്ല, നബിയുമില്ല, വലിയുമില്ല, ഒരു വ്യക്തിയും ഇല്ല അള്ളാഹുവിനെ ആശ്രയിക്കാതെ. ബിൽ ഹഖ്ഖി മഅബൂദുൻ ലനാ മിൻഹു നസ്ർ വലഹുൽ ഗിനാമൽ കുല്ലു ഇല്ലാ മുഫ്തഖിർ. കേരളത്തിൽ ജീവിച്ചു കഴിഞ്ഞു പോയ വലിയ കറാമത്തുള്ള മഹാനായ വലിയ ആലിമായിരുന്നു, ഇമാമായിരുന്നു ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ചൊല്ലിയ പദ്യമാണ് ഞാൻ ചൊല്ലിയത്. ബിൽ ഹഖ്ഖി മഅബൂദുൻ ലനാ മിൻഹു നസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹൻ. മിൻഹു നസ്ർ, അവനിൽ നിന്ന് മാത്രമാണ് സർവ്വ സഹായവും. അല്ലാഹുവിന്റെ സഹായമല്ലാത്ത ഒരു സഹായവും ആർക്കും ഇല്ല. മിൻഹു നസ്ർ വലഹുൽ ഗിനാമൽ കുല്ലു ഇല്ലാ മുഫ്തഖിർ. ആരിലേക്കും ആശ്രയമില്ലാത്ത ഐശ്വര്യമുള്ളവൻ അല്ലാഹു മാത്രമാണ്. മിൻഹു നസ്ർ, ആരിൽ നിന്ന് എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും, പണക്കാരിൽ നിന്ന് കിട്ടിയാലും, ആരോഗ്യമുള്ളവരിൽ നിന്ന് കിട്ടിയാലും, എഞ്ചിനീയറിൽ നിന്ന് കിട്ടിയാലും, ഡോക്ടറിൽ നിന്ന് കിട്ടിയാലും, മരുന്നിൽ നിന്ന് കിട്ടിയാലും, ഗവൺമെന്റിൽ നിന്ന് കിട്ടിയാലും, ഉദ്യോഗസ്ഥനിൽ നിന്ന് കിട്ടിയാലും, രാജാവിൽ നിന്ന് കിട്ടിയാലും, അമ്പിയാക്കളിൽ നിന്ന് കിട്ടിയാലും, ഔലിയാക്കളിൽ നിന്ന് കിട്ടിയാലും, കറാമത്ത് മുഖേന കിട്ടിയാലും, ബറക്കത്ത് മുഖേന കിട്ടിയാലും, മുഅ്ജിസത്ത് മുഖേന കിട്ടിയാലും, ഇനി ആരിൽ നിന്ന് എന്ത് സഹായം കിട്ടിയാലും മിൻഹുൽ നസ്ർ, അതൊക്കെ അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹുവിന്റെ സഹായം അവൻ പലര് മുഖേനയും പലത് മുഖേനയും നൽകുന്നു. മരുന്ന് മുഖേന അള്ളാഹു രോഗം സുഖപ്പെടുത്തുന്നു. രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. മരുന്നൊരു നിമിത്തമാണ്. അതുകൊണ്ട് തന്നെ മരുന്ന് കുടിച്ചാൽ രോഗം മാറിക്കൊള്ളണം എന്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ മാറുള്ളൂ. എന്ന് വെച്ചിട്ടോ മരുന്ന് കുടിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഇവിടെ ചിലപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ക്ലിപ്പൊന്നും വെച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മൗലവി മുജാഹിദിന്റെ ഒരു പരിപാടിയിൽ രണ്ടു കൂട്ടരും കൂടി നടത്തുകയാണ്. അതിൽ വെച്ച് പ്രസംഗിക്കുന്നു. എന്ത്? ഗൈനക്കിനെ കാണിച്ചാൽ ശിർക്കാണ്. ഒരു ഗർഭിണിയായ പെണ്ണ് ഗൈനക്കിനെ കാണിച്ചാൽ ശിർക്കാണ്. അതൊന്നും ശിർക്കൊന്നും ആവില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വിവരക്കേടാണ്. ഗൈനക്കിനെ കാണിച്ചാൽ ശിർക്കാവോ? അതൊന്നുമില്ല. ഒരു മുസ്ലിമും അള്ളാഹ്ക്ക് കയ്യൂലാന്ന് വിചാരിച്ചിട്ട് ഗൈനക്കിനെ സഹായത്തിന് വിളിക്കുന്നതല്ല. പിന്നെ അള്ളാഹിന്റെ സഹായം ഗൈനക്ക് മുഖേന കിട്ടും, ഡോക്ടർ മുഖേന കിട്ടും, മന്ത്രി മുഖേന കിട്ടും, അങ്ങനെ അമ്പിയാക്കൾ മുഖേന കിട്ടും, ഔലിയാക്കൾ മുഖേന കിട്ടും, ഖുർആൻ മുഖേന കിട്ടും, ദിക്ർ മുഖേന കിട്ടും, സലാത്ത് മുഖേന കിട്ടും, അങ്ങനെ പലത് മുഖേനയും അള്ളാഹിന്റെ സഹായം കിട്ടും. അള്ളാഹു സഹായത്തിന് നിമിത്തമായി സൃഷ്ടിച്ചത് മുഖേനയൊക്കെ അള്ളാഹിന്റെ സഹായം കിട്ടും. എന്നല്ലാതെ സഹായം മിൻഹുൻ നസ്ർ, മുഴുവൻ സഹായം അള്ളാഹുവിനാണ്. അതല്ലേ ബദറിൽ 5000 മലക്കുകളെ അള്ളാഹു സഹായത്തിന് ഇറക്കി കൊടുത്തു എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങൾക്ക് മിനൽ മലായികത്തി മുസവ്വിമീൻ ബിഖംസത്തി ആലാഫിൻ മിനൽ മലായികത്തി മുസവ്വിമീൻ, 5000 മലക്കുകളെ സഹായത്തിന് ഇറക്കുന്നു എന്ന് പറഞ്ഞു അള്ളാഹ്. അങ്ങനെ 5000 മലക്കുകളെ ഇറക്കിയിട്ട് സഹായിച്ചത്, മലക്കുകൾ മുഖേന സഹായം. അത് പറഞ്ഞ ഉടനെ അള്ളാഹ് പറയാണ്, വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. 5000 മലക്കുകളെ ഇറക്കി സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയാണ് എന്ത്? അത് നിങ്ങളൊരു മനസ്സമാധാനത്തിന്, സന്തോഷത്തിന്, നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ ഒരു 5000 മലക്കുകൾ ഇറക്കിയതേ ഉള്ളൂ. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അള്ളാഹിന്റെ സഹായം മലക്കുകൾ മുഖേന. അങ്ങനെ എല്ലാ സഹായവും അല്ലാഹുവിൽ നിന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല. അതാണ്